ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ ഫ്രാൻസിനോട് ബ്രസീൽ പരാജയപ്പെട്ടു. 1-2 ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെട്ടത്. ഈ മത്സരത്തിൽ ബ്രസീലിന്റെ സെന്റർ ബാക്ക് പൊസിഷനിൽ ബ്രമറും ലിയോ പെരേരയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും അടുത്ത മത്സരത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ ക്രൊയേഷ്യയാണ്. ഏപ്രിൽ 1-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. ഏതായാലും ഈ മത്സരത്തിന് വേണ്ടി പുതിയ ഒരു താരത്തെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. മറ്റാരുമല്ല, യുവതാരമായ വിക്ടോർ റൈസിനെയാണ് ആഞ്ചലോട്ടി ഇപ്പോൾ ബ്രസീലിന്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. കേവലം 20 വയസ്സ് മാത്രമുള്ള താരമാണ് വിക്ടോർ റൈസ്. യഥാർത്ഥത്തിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ്. പക്ഷെ നിലവിൽ സ്പാനിഷ് ക്ലബ്ബായ ജിറോണയ്ക്ക് വേണ്ടി ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കളിക്കുന്നത്. 27 ലാലിഗ മത്സരങ്ങൾ അദ്ദേഹം ഈ സീസണിൽ കളിച്ചിട്ടുണ്ട്. 1 ഗോളും 1 അസിസ്റ്റും സ്വന്തമാക്കാൻ വിക്ടോർ റൈസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ സ്ഥിരമായി കളിക്കുന്ന ഒരു താരമാണ് വിക്ടോർ റൈസ്. അദ്ദേഹത്തെയാണ് ബ്രസീൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ ബ്രസീലിന്റെ അണ്ടർ-17 ടീമിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. മാത്രമല്ല പാൽമറാസിന് വേണ്ടി ഒരുപാട് കാലം കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഇദ്ദേഹം. ഏതായാലും മികച്ച ഒരു യുവതാരത്തെ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പരിഗണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കൊണ്ടും കാണാം.